അടുത്തതായി ഈ മലയോര ജാഥയുടെ നായകൻ പ്രിയപ്പെട്ട ശ്രീ വി.ഡി. സതീശൻ നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ ജോയ് എബ്രഹാം, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, UDF-ൻ്റെ കൺവീനർ MM ഹസൻ അടക്കം വേദിയിലുള്ള ഇത് കഴിഞ്ഞിട്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും പ്രിയങ്കരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ മലയോര സമര യാത്രയെന്ന് എനിക്ക് മുൻപ് സംസാരിച്ച നേതാക്കളെല്ലാം വേദിയിൽ നിങ്ങളോട് പറഞ്ഞു. വല്ലാത്ത സങ്കടങ്ങളാണ് മലയോരത്ത്. വന്യജീവി ആക്രമണവും മിണ്ടാതിരുന്നൊന്നും വന്യജീവി ആക്രമണങ്ങളും കാർഷിക പ്രശ്നങ്ങളും ഭൂമി സംബന്ധമായ വിഷയങ്ങളും എല്ലാം ചേർന്ന് മലയോരത്തെ ജനത സങ്കടക്കടലിലാണ്. വന്യജീവി ആക്രമണം രൂക്ഷമാവുകയാണ്. ഞങ്ങൾ വയനാട് ബത്തേരിയിൽ ചെല്ലുമ്പോൾ 5 കടുവയാണ് ഇറങ്ങിയിരിക്കുന്നത്. എങ്ങനെയാണ് കുട്ടികൾ സ്കൂളിൽ പോകുന്നത്? പുല്ല് പറിക്കാൻ പോകാൻ പറ്റില്ല, ആശുപത്രിയിൽ പോകാൻ പറ്റില്ല. കൃഷി മുഴുവൻ തകർന്ന് പശുവിനെ കറന്നാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ആ പശുവിൻ്റെ പാല് സൊസൈറ്റിയിലെത്തിക്കാൻ പറ്റില്ല. പുറത്ത് ആരെങ്കിലും വീട്ടിൽ നിന്ന് പോയാൽ ഭീതിയാണ് വീട് മുഴുവൻ. അവിടെ 9 പേരെയാണ് കടുവ കടിച്ചു വന്നത്. കണ്ണൂരിൽ ആറളത്തി എന്നപ്പോൾ 17 പേരെയാണ് ആന ചവിട്ടി കൊന്നത്. ഞാൻ മാസങ്ങൾക്ക് മുൻപ് മാനന്തവാടിയിൽ ചെന്നപ്പോൾ അജീഷിനെ ആന ചവിട്ടിക്കൊന്നു. മകൾ 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടിയാണ്. എന്നോട് ചോദിച്ചു, സാറേ, ഞാൻ അനാഥയായി, ഇനി ഒരു അനാഥ എന്നെ പോലെ ഉണ്ടാവില്ല എന്ന് സാറിന് ഉറപ്പ് പറയാൻ പറ്റുമെന്നാണ്. നമ്മുടെ ചങ്ക് പറഞ്ഞു പോകുന്ന ചോദ്യമാണ് കുഞ്ഞിൻ്റെ. സഹിക്കാൻ പറ്റില്ല നമുക്ക്. കൃഷി മുഴുവൻ നശിച്ചല്ലോ. ഇവിടെ പറഞ്ഞല്ലോ, മലയോരത്ത് എന്തായിരുന്നു? ചേന, ചേമ്പ്, കപ്പ, ഒരു കിഴങ്ങ് കൃഷി നടക്കില്ല, എല്ലാം പന്നി നശിപ്പിക്കും. കുരങ്ങൻ വന്ന് മഞ്ഞങ്ങ പരുവത്തിൽ നാളികേരിട്ടുകൊണ്ട് പോകും. ആന വാഴ നശിപ്പിക്കും, എല്ലാ കൃഷിയും നശിപ്പിക്കും. ആതിരപ്പള്ളിയിൽ ചെന്നപ്പോൾ പ്ലാവെല്ലാം വെട്ടിമാറ്റി വന്നു പറമ്പിൽ നിന്ന്. പ്ലാവ് നിന്നാൽ ചക്ക ഉണ്ടാവും, ആന വരും. വാഴ കൃഷി ഇനി വേണ്ടാന്ന് തീരുമാനിച്ചു. എന്ത് കൃഷി നടത്തി എങ്ങനെ ജീവിക്കും മനുഷ്യൻ? അപ്പോൾ ഇത് നമ്മുടെ നിയമസഭയിൽ ഗവർണറെ കൊണ്ടുള്ള നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ വന്യജീവി ആക്രമണങ്ങൾ കുറഞ്ഞു വരികയാണെന്ന് മന്ത്രിയും പറഞ്ഞു നിയമസഭയിൽ. ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഏത് ഗ്രഹത്തിലാണ് ജീവിക്കുന്നത്? നിയമസഭയിൽ തന്നെ ഞങ്ങൾക്ക് തന്ന ഉത്തരങ്ങളുണ്ട്. കഴിഞ്ഞ 6-7 വർഷമായി 60,000-ത്തിലധികം വന്യജീവി ആക്രമണങ്ങൾ, 1000-ത്തിലധികം ആളുകളാണ് മരിച്ചത്, 8,000-ത്തിലധികം ആളുകൾ പരിക്കുപറ്റി കിടക്കുന്നു, കോടിക്കണക്കിന് രൂപയുടെ കൃഷിഭൂമി നശിച്ചു. എന്നിട്ട് പറയാണ് കുറഞ്ഞു വരികയാണ്. എന്ത് ചെയ്യണം? നമ്മൾ പറയണ്ടേ? ജാഥ നടത്തിയാൽ മാത്രം മതിയാ? 2 കാര്യങ്ങൾ ചെയ്യണം. 2 കാര്യങ്ങൾ. പരമ്പരാഗതമായ ചില കാര്യങ്ങളുണ്ട് ചെയ്യേണ്ടത്. മതിൽ കെട്ടും, കിടങ്ങു കുഴിക്കും, സൗരോർജ്ജ വേലി വയ്ക്കും, ഇലക്ട്രിക് ഫെൻസിങ് വയ്ക്കും, ഹാങ്ങിങ് ഫെൻസിങ് വയ്ക്കും, റെയിൽ ഗാർഡ് വെച്ച് തടയും. നിങ്ങൾക്കറിയോ, കഴിഞ്ഞ 4 വർഷമായിട്ട് ഈ പരമ്പരാഗതമായ പ്രതിരോധ മാർഗങ്ങളിൽ ചെയ്യാൻ വേണ്ടി ഈ സർക്കാർ 1 രൂപ ചെലവാക്കിയിട്ടില്ല. 1 രൂപ. ഞങ്ങളുടെ കയ്യിൽ കണക്കുണ്ട്. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, കഴിഞ്ഞ 3.5 വർഷക്കാലമായി കേരളത്തിൻ്റെ നിയമസഭയിൽ ഈ പ്രതിപക്ഷം ഏറ്റവും പ്രയോറിറ്റി കൊടുത്ത് ഉന്നയിച്ച വിഷയം
മലയോരത്തെ ജനങ്ങളുടെ സങ്കടങ്ങളാണ്. 6 അടിയന്തര പ്രമേയങ്ങളാണ് ഞങ്ങൾ അവതരിപ്പിച്ചത്. നിരവധി ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയങ്ങൾ, പ്രസംഗങ്ങൾ, സബ്മിഷനുകൾ. നിസ്സംഗതയാണ്. ഞാൻ മന്ത്രിയായതുകൊണ്ടാണോ ആന കാട്ടിൽ നിന്ന് ഇറങ്ങുന്നത് എന്ന് ചോദിക്കുന്ന ഒരു വനം മന്ത്രിയാണ് കേരളത്തിലുള്ളത്. ഒരു കാര്യം ചെയ്യില്ല, ഒരു കാര്യം, 1 രൂപ ചെലവാക്കില്ല ഇതിനു വേണ്ടി. മലയോരത്തെ ജനങ്ങളെ അവരുടെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. കടുവ കടിച്ചു കൊല്ലാനാണെങ്കിൽ അങ്ങനെ, ആന ചവിട്ടിക്കൊല്ലാനാണെങ്കിൽ അങ്ങനെ. കണ്ടില്ലേ, കാട്ടുപോത്ത് വീടിന്റെ ഉമ്മറത്ത് വരാന്തയിൽ ഇരുന്ന ആളെയാണ് കണമലയിൽ ഇല്ലേ റബ്ബർ ടാപ്പിങ്ങിന് പോയ ഒരാളെ കൊന്ന് വീണ്ടും വീടിന്റെ വരാന്തയിൽ ഇരിക്കുന്ന ആളെയാണ്. ഞങ്ങൾ കൊട്ടിയൂരി എന്നപ്പോ വനാതിർത്തിയിൽ നിന്നും 15 കിലോമീറ്റർ അകലെയുള്ള സ്കൂളിൽ മൃഗങ്ങളാണ് മുഴുവൻ. ഇല്ലിത്തോടിൽ പറഞ്ഞു ഞങ്ങൾ സ്കൂൾ അടച്ചുപൂട്ടാൻ പോവാണ്. സിസ്റ്റേഴ്സ് പറഞ്ഞു നിവർത്തിയില്ല. കുഞ്ഞുങ്ങൾ വന്ന് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ റോഡിന്റെ നേരെ അപ്പുറത്ത് ആനയാണ്. കുഞ്ഞുങ്ങൾ വന്ന് ബസ് സ്റ്റോപ്പിൽ നിൽക്കുക സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട്. ഇതിനൊരു നിയന്ത്രണം വേണ്ടേ? ഇതിനൊരു പരിഹാരം വേണ്ടേ? പരമ്പരാഗതമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യമായ പണം അനുവദിക്കണം. 1. 2, ഇന്ന് ആധുനികമായ സങ്കേതങ്ങളുണ്ട്. വനാതിർത്തിയിൽ വന്യമൃഗങ്ങളുടെ മൂവ്മെന്റ്സ്, ചലനങ്ങൾ അറിഞ്ഞാൽ അതറിയാനുള്ള സംവിധാനമുണ്ട്. ഇപ്പോൾ ലോകരാജ്യങ്ങളിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, കർണാടകത്തിലുണ്ട്, മധ്യപ്രദേശിലുണ്ട്, ഹിമാചലിലുണ്ട്, സുന്ദർബാൻസിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അവരറിഞ്ഞാൽ ഇൻഫർമേഷൻ കൊടുക്കും. മാത്രമല്ല അവരെ ശബ്ദമുണ്ടാക്കി, കൃത്രിമമായ ശബ്ദമുണ്ടാക്കി തിരിച്ചോടിക്കാനുള്ള സംവിധാനമുണ്ട്. കാട്ടിൽ അവർക്ക് ഭക്ഷണം ഒരുക്കാനുള്ള സംവിധാനമുണ്ട്, വെള്ളവും ഭക്ഷണവും ഒരുക്കാൻ. ഇവിടെ ഒന്നും ചെയ്യില്ല, ഇവിടെ ഒരു കാര്യം ചെയ്യില്ല. കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് ഒന്നും ചെയ്യുന്നില്ല, ചെറുവിരൽ അനക്കുന്നില്ല. അതിൻ്റെ മീതെയാണ് ബഫർ സോണിന്റെ പ്രശ്നം. ഞാൻ ഒരു കാര്യം ഉറച്ചു പറയുന്നു, വന സംരക്ഷണത്തിന് 100% അതിൻ്റെ ഒപ്പമാണ് UDF. ഒരു വിട്ടുവീഴ്ചയില്ല. വനം സംരക്ഷിക്കപ്പെടണം. പക്ഷേ കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ 29.1% വനമാണ്. ദേശീയ ശരാശരിയേക്കാൾ വളരെ കൂടുതലാണ്. ഇനി വനം വേണ്ട, ഉള്ള വനം സംരക്ഷിക്കണം. ഇനി ബഫർ സോൺ എന്ന് പറഞ്ഞ് പട്ടണം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ബഫർ സോൺ വന്നാൽ ഏകദേശം റിസർവ് ഏരിയയുടെ ഇതിലേക്ക് പോവും, ആളുകൾ അങ്ങോട്ട് പോവും. പല ടൗണും കേരളത്തിലെ ബഫർ സോണിന്റെ ഏരിയയിൽ വരിക. അപ്പൊ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അഭിപ്രായം പറയാ. നമ്മൾ പറഞ്ഞു 1 കിലോമീറ്റർ ബഫർ സോൺ, തമിഴ്നാട് പറഞ്ഞു 0 ബഫർ സോൺ, 0 വനാതിർത്തി തന്നെ, അതിന്റെ അപ്പുറത്തോട്ട് വേണ്ട. അത് സംരക്ഷിക്കപ്പെടട്ടെ. 1 ഇഞ്ച് വനം പോലും പോകരുത്. ഇവിടെ ചെയ്തതെന്താ? ഏഞ്ചൽ വാലിയിലും പമ്പ വാലിയിലും ടൈഗർ റിസർവ് ആക്കി. ടൈഗർ റിസർവ് ആക്കിയാൽ ഇപ്പം അവിടെ താമസിക്കുന്ന ആളുകൾക്ക് അറസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ ടൈഗർ റിസർവിൽ കയറി താമസിക്കാൻ പാടില്ല. മനുഷ്യൻ താമസിക്കുന്ന സ്ഥലം ടൈഗർ റിസർവ് ആക്കി നോട്ടിഫിക്കേഷനാണ്. പിന്നെ അവിടെ ജീവിക്കാൻ പറ്റില്ല. ഡീനോട്ടിഫൈ ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ അവിടെ പോയി സമരം ചെയ്ത ആളുകളാ ഇല്ലേ. ഒരു ഡീനോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ഇടുക്കി ജില്ലയിൽ ചെന്നപ്പോൾ 19,000 ഏക്കറാണ് നോട്ടിഫൈ ചെയ്തിരിക്കുന്നത് പുതിയതായിട്ട് വനഭൂമിയായിട്ട്. മനുഷ്യൻ ജീവിക്കണ്ടേ? മനുഷ്യൻ എങ്ങോട്ട് പോവും? അപ്പൊ ഈ ഭൂമി പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണം, പട്ടയ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണം. ഇപ്പൊ പുഞ്ചവയൽ തൊട്ട് ഉള്ള പട്ടയ പ്രശ്നമുണ്ട്, ഭൂമി പ്രശ്നങ്ങളുണ്ട്. കൃഷി കംപ്ലീറ്റ് തകർന്നു പോയി. കീടനാശിനിയുടെ വില കൂടി ഇല്ലേ, വളത്തിന്റെ വില കൂടി, ചെലവ് വർദ്ധിച്ചു. ഒരു തരത്തിലുള്ള കൃഷിയും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. ഒരു കാർഷിക പാക്കേജ് ഉണ്ടോ? ഒന്നുമില്ല. അപ്പൊ മലയോരത്ത് എന്ന് പറയുന്നത് 3-4 തലമുറകൾക്ക് മുൻപ് കുടിയേറി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിതമുണ്ടാക്കിയവരുടെ 3-ാമത്തെയും 4-ാമത്തെയും തലമുറയാണ്. അവരെ അവിടെ നിന്ന് ആട്ടി ഓടിക്കാമോ? അവർക്ക് ജീവിക്കണ്ടേ? അവർക്ക് സംരക്ഷണം ഒരുക്കണ്ടേ? അതിനുവേണ്ടിയാണ് ഈ മലയോര സമരയാത്ര. ഞങ്ങൾ സങ്കടങ്ങൾ പങ്കിടുകയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും മാത്രമല്ല, ഈ ജാഥയ്ക്കൊരു സന്ദേശമുണ്ട്. കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി മലയോരത്തെ ജനങ്ങളോട് പറയുന്നു, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നത് വരെ കൂടെ ഉണ്ടാകും. ശ്രീ ആന്റണി MP ഇന്നലെ പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ചു. നിരവധി പ്രാവശ്യം നമ്മുടെ MP-മാർ, ആന്റോ അടക്കമുള്ള MP-മാർ പാർലമെന്റിൽ ഉന്നയിച്ചു. ഐക്യ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിരിക്കുന്നത്
വന്യജീവി നിയമത്തിൽ ആവശ്യമായ ഭേദഗതി വരുത്താൻ കേരളത്തിലെ 18 UDF എംപിമാരും ഒറ്റക്കെട്ടായി പരിശ്രമിക്കുമെന്നാണ്. മേപ്പാടിയിൽ ഈ മലയോര സമരയാത്രയിൽ പങ്കെടുത്ത ശ്രീമതി പ്രിയങ്ക ഗാന്ധിയും പറഞ്ഞു, ഇത് പാർലമെന്റിൽ ഉന്നയിക്കും. അസംബ്ലിയിൽ ഞങ്ങളുണ്ട്, പുറത്ത് നമ്മളുണ്ട്. ഗവൺമെന്റുകളെ കൊണ്ട് പരിഹാരമുണ്ടാക്കാനുള്ള പരമാവധി സമ്മർദ്ദം ഞങ്ങൾ ചെയ്യും. എന്നിട്ടും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, ഇത് താഴെ പോവാറായി, സമയമായി, അവസാനത്തെ സമയമായി. ഈ ഗവൺമെന്റിന്റെ ഐക്യ ജനാധിപത്യ മുന്നണി കൊടുങ്കാറ്റ് പോലെ കേരളത്തിൽ തിരിച്ചു വരും. അന്ന് മലയോരത്തെ ജനങ്ങളുടെ സങ്കടങ്ങളായിരിക്കും ഒന്നാമത്തെ പരിഗണനയിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കും എന്ന വാക്ക് തരാൻ കൂടിയാണ് ഈ മലയോര സമരയാത്രയുമായി ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. സത്യത്തിൽ ഈ യാത്ര തുടങ്ങുമ്പോൾ നമ്മുടെ ആദ്യത്തെ ആവശ്യം നിർദ്ദിഷ്ട വന നിയമം പിൻവലിക്കണമെന്നാണ്. ഈ ദ്രോഹത്തിന്റെ ഇടയിൽ വനപാലകർക്ക് അമിതമായ അധികാരം, ആരുടെയും വീട്ടിൽ റെയ്ഡ് ചെയ്ത് ആരെയും അറസ്റ്റ് ചെയ്യാനുള്ള അമിതാധികാരം കൊടുക്കുന്ന വനനിയമം പ്രഖ്യാപിച്ചു. ഞങ്ങൾ പറഞ്ഞു, നിയമസഭയിൽ ഈ വനനിയമം അവതരിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് ഉറച്ച നിലപാടെടുത്തു. നമ്മുടെ ഈ ജാഥ പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ ആവശ്യം ആ വനനിയമം പിൻവലിക്കണമെന്നുള്ളതാണ്. നമ്മുടെ ജാഥ പ്രഖ്യാപിച്ച് ഒരാഴ്ചക്കുള്ളിൽ ഈ സർക്കാർ ആ നിർദ്ദിഷ്ട വനനിയമം പിൻവലിച്ചു കൊണ്ടുപോയി. നമ്മുടെ ജാഥയുടെ ആദ്യത്തെ വിജയമാണ്. ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും കൃത്യമായ പരിഹാരം ഉണ്ടാക്കുന്നത് വരെയുള്ള പോരാട്ടത്തിൽ മലയോരത്തെ ജനങ്ങളോടൊപ്പം ഐക്യ ജനാധിപത്യ മുന്നണി ഉണ്ടാകുക തന്നെ ചെയ്യും എന്ന വാക്ക് നൽകിക്കൊണ്ട് നിങ്ങൾ ഇവിടെ നൽകിയ, ഹൃദയത്തിൽ ചാലിച്ച് നൽകിയ ഈ മനോഹരമായ സ്വീകരണത്തിന് നന്ദി പറയാൻ വാക്കുകളില്ലാതെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. പ്രിയപ്പെട്ട നേതാവിനെ ഹാരാർപ്പണം ചെയ്യുന്നതിനുള്ള അവസരമാണ്. ആദ്യമായി UDF നിയോജകമണ്ഡലം കമ്മിറ്റി നൽകുന്ന നിവേദനം പ്രതിപക്ഷ നേതാവിന് നൽകുന്നു. അതിനുശേഷം പേര് വിളിച്ച ആളുകൾ ആദ്യം വേദിയിലെത്തി ഹാരാർപ്പണം ചെയ്യണം. അതിനുശേഷം ബാക്കിയുള്ള ആളുകൾ. DCC വൈസ് പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് ബിജു പുന്നത്താനം, DCC ജനറൽ സെക്രട്ടറി ശ്രീ